ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത് ഷൈനിയുടെയും 2 കുഞ്ഞുങ്ങളുടെയും മരണത്തിന് ഉത്തരവാദികളായവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അവരെ മരണത്തിലേക്ക് തള്ളിവിട്ട ഭർത്താവ് നോബി, അയാളുടെ സഹോദരൻ ഫാദർ ബോബി, അമ്മായിയമ്മ, ഒരു ജോലിക്ക് വേണ്ടി കേൺ അപേക്ഷിച്ചിട്ടും 1 വർഷം ഫ്രീ സർവീസ് ചെയ്യാൻ ആവശ്യപ്പെട്ട ആശുപത്രി ഡയറക്ടർ, ഷൈനി പ്രതിനിധാനം ചെയ്യുന്ന സഭാ അധികാരികൾ, ഇവരെല്ലാം ഇതിൽ ഉത്തരവാദികളാണ്. ഷൈനിക്കെതിരെ പോലീസിൽ കേസ് കൊടുപ്പിച്ചതും സ്റ്റേഷനിൽ ഒത്തുതീർപ്പിന് ശ്രമിച്ചപ്പോൾ കേസ് കോടതിയിലേക്ക് വിടുവിച്ചതും കിട്ടാനിരുന്ന ജോലി പോലും സ്വാധീനം ഉപയോഗിച്ച് കളയിച്ചതും നോബിയുടെ സഹോദരനായ ഈ വൈദികൻ ആണെന്ന് പറയുന്നു. ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ഷൈനി അനുഭവിക്കേണ്ടി വന്ന ക്രൂരതയ്ക്ക് ഉത്തരവാദികളിൽ ഒരാൾ നോബിയുടെ സഹോദരനായ വൈദികൻ എന്നായിരുന്നു തുടക്കത്തിൽ വന്ന വാർത്തകൾ. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വൈദിക വൃത്തി ചെയ്യുന്ന ഫാദർ ബോബി ചിറയിലാണ് ഈ വിവാദ വ്യക്തിത്വം. ഏതാനും ദിവസങ്ങളായി ഈ വൈദികനെ ചുറ്റിപ്പറ്റി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ പരാതികളുടെ പ്രവാഹമാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. 3 പേരുടെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളിൽ വൈദികന് പങ്കുണ്ടെന്ന് ആരോപിച്ച് ഓസ്ട്രേലിയയിലെ ഇടവകയിലേക്ക് നിരവധി ഇമെയിലുകളാണ് പോകുന്നത്. ഓസ്ട്രേലിയയിലെ ബ്രോക്കൺ ബേ എന്ന ഇടവകയിലെ വികാരിയാണ് ഫാദർ ബോബി. ഷൈനി നേരിട്ട പീഡനങ്ങളുടെ പ്രധാന വില്ലൻ ഇദ്ദേഹമാണെന്നാണ് ആരോപണം. ഷൈനിയുടെ ഭർത്താവ് ഷിപ്പിലെ ജീവനക്കാരനായിരുന്നു. അദ്ദേഹം നന്നായി മദ്യപിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഇയാൾ ഷൈനിയെ ഉപദ്രവിക്കുന്നതും പതിവായിരുന്നു. എന്നാൽ ഇത് തടയാൻ ശ്രമിക്കാതെ ഷൈനിയുടെ ഭാഗത്ത് കുറ്റങ്ങൾ കണ്ടെത്തുകയായിരുന്നു ഫാദർ ബോബി എന്നാണ് അയൽവാസികൾ അടക്കമുള്ളവർ ആരോപിക്കുന്നത്. നിയമം പഠിച്ച ഫാദർ ബോബി ഇടയ്ക്കിടെ വീട്ടിൽ വരുമായിരുന്നു. എന്നാൽ ആ വീട്ടിലെ സാമ്പത്തിക പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറായതുമില്ല. ഷൈനി ജോലിക്കായി പല സ്ഥാപനങ്ങളിലും അന്വേഷിച്ചെങ്കിലും അതെല്ലാം ഈ വൈദികൻ ഇടപെട്ട് മുടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. നിരന്തരം ഒരു പ്രശ്നക്കാരിയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് വൈദികൻ ജോലി മുടക്കിയതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ മതിയെന്നാണ് നാട്ടുകാർ ഇയാളെക്കുറിച്ച് പറയുന്നത്. അടുത്തൊരു പാലിയേറ്റീവ് സെന്ററിൽ ജോലിക്ക് പോയപ്പോൾ അതിനും വിലങ്ങുതടിയായത് ഫാദർ ബോബി തന്നെയായിരുന്നു. ആ വീട്ടിലെ ജോലിയെല്ലാം ചെയ്തിരുന്നതും ഷൈനിയായിരുന്നു. എന്നിട്ടും നന്ദിയില്ലാതെ പെരുമാറുകയായിരുന്നു ഈ കുടുംബം ഒട്ടാകെ. അയൽക്കൂട്ടത്തിൽ നിന്നും വായ്പ എടുത്ത ആ പണം ഷൈനിക്ക് തന്നെ തിരിച്ചടക്കേണ്ട അവസ്ഥ വന്നു. പോലീസിൽ കേസായപ്പോൾ അത് പരിഹരിക്കാൻ വൈദികൻ തയ്യാറായതുമില്ല. ഈ ലോൺ എടുപ്പിച്ചത് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുമ്പോഴാണ്. ഈ ലോണിന് പിന്നിലെ ബുദ്ധികേന്ദ്രവും ഫാദർ ബോബിയാണെന്ന ഒരു ആരോപണം ഉണ്ട്.